ആദർശികമായിട്ട് സംഭവിക്കുന്നതാണോ, യൂണിവേഴ്സിന്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അനേകം അത്ഭുതങ്ങളിൽ ഒന്നാണോ എന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല. അതായത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ ഓരോരുത്തരായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് ലോകത്ത് കാണാൻ കഴിയുന്നത്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റൈറ്റ് ഹാൻഡ് എന്ന് വിളിക്കാവുന്ന ഏറ്റവും അടുത്ത വ്യക്തിയായിട്ടുള്ള, ട്രംപിന് വ്യക്തിപരമായും രാഷ്ട്രീയമായും ഏറ്റവും വിലമതിക്കാനാവാത്ത സൗഹൃദമുള്ള ലിൻസെ ഗ്രഹാമിന്റെ മരണ വാർത്തയാണ് ഇന്നലെ രാത്രി ഞെട്ടലോടെ ലോകം കേട്ടത്. ലിൻസെ ഗ്രഹാം ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിന്റെ സുഹൃത്ത് മാത്രമല്ല, ഒരു സെനറ്റർ കൂടിയാണ്. അതിലുപരിയായിട്ട് വിവിധ വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ടാണ് ഇന്ത്യക്കാർക്കിടയിൽ ഇദ്ദേഹം ചർച്ചയായിട്ടുള്ളത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനൊപ്പം ശക്തമായി അടിയുറച്ചു നിൽക്കുന്ന ഒരു നിലപാട് ഇദ്ദേഹം എടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ നിലപാടെന്ന് പറയുന്നത് റഷ്യയുടെ കസ്റ്റമേഴ്സിനെ പണിഷ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇന്നലെ അദ്ദേഹം മരിക്കുകയാണ്. മരിക്കുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന മാധ്യമ അഭിമുഖങ്ങളിൽ പോലും അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഉൾപ്പെടെ റഷ്യയുടെ കസ്റ്റമേഴ്സിനെ പണിഷ് ചെയ്യണം, ഇന്ത്യക്ക് ഉൾപ്പെടെ 500% താരിഫ് കൂട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൂട്ടണം എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹം എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജൂലൈ 11 രാത്രിയിൽ പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇദ്ദേഹം മരിക്കുന്നത്. 71 വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം. മെഡിക്കൽ പരിശോധനകളുടെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് അയോട്ടിക് ഡിസെഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്നാണ്. അതായത് ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന പ്രധാന ധമനിയുടെ ഉൾപാളികളിൽ ഉണ്ടാകുന്ന കീറലോ മറ്റോ എന്തോ ആണ്. ഇത് രക്തധമനികൾ കട്ടിയാകുന്ന അവസ്ഥ സൃഷ്ടിക്കുകയും ഇത് കാരണം മരണം സംഭവിച്ചു എന്നുമൊക്കെയാണ് ചില മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്. വാഷിംഗ്ടൺ DC-യിലെ ക്യാപിറ്റൽ ഹില്ലിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് പെട്ടെന്ന് അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. തുടർന്ന് അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടാവുകയായിരുന്നു. തൊട്ട് തലേ ദിവസം വരെ അദ്ദേഹം ഉക്രൈൻ സന്ദർശനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഉക്രൈനിൽ പോയിട്ട് വരുന്ന വഴിയാണ്. 2, മരണത്തിന് തൊട്ട് മുൻപ് വരെ അദ്ദേഹം ട്രംപുമായി അടക്കം സംസാരിച്ചതുമാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മരണം വലിയ രീതിയിലുള്ള സംശയങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഇത് സ്വാഭാവിക മരണം തന്നെയാണോ എന്നതടക്കം. എന്തായാലും ഇദ്ദേഹത്തിന്റെ മുൻകാല നിലപാടുകൾ പരിശോധിക്കുമ്പോൾ കടുത്ത ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം എന്ന് കാണാൻ കഴിയും. US സെനറ്റിലെ ഇന്ത്യ കോക്കസ് എന്ന ഇന്ത്യ US ബന്ധം ശക്തമാക്കാൻ പ്രവർത്തിക്കുന്ന ഔദ്യോഗിക ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരുന്നു ഇദ്ദേഹം. ഇന്ത്യയുമായിട്ട് അടുത്ത വ്യാപാര പ്രതിരോധ ബന്ധം പുലർത്തണം എന്നൊക്കെ ശക്തമായി വാദിച്ചിരുന്നു ഇദ്ദേഹം ഒരു കാലത്ത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ട്രംപിന്റെ പോളിസികളെ ട്രംപിനേക്കാൾ ശക്തമായിട്ട് അനുകൂലിച്ചുകൊണ്ട് ട്രംപിന് തന്നെ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഇദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അമേരിക്കയുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക പറയുന്നത് അനുസരിച്ച് നിൽക്കുന്ന രാജ്യങ്ങളാണ്, അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യയെ അങ്ങനെ കിട്ടാതായതോടെ ഇദ്ദേഹം കടുത്ത ഇന്ത്യ വിമർശകനായിട്ട് മാറുകയാണ് ഉണ്ടായത്. അമേരിക്കയിലേക്ക് വരുന്ന വിദേശ ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത താരിഫ് ചുമത്തണമെന്ന ട്രംപിന്റെ നിലപാട് ഒരു പടി കൂടി കടന്ന് ഈ താരിഫ് ചുമത്തുന്നതിൽ ഒരു തരത്തിലുള്ള ഇളവുകളും കൊടുക്കാതെ പണിഷ് ചെയ്യണം എന്ന് നിരന്തരം പറയുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം. US ഉൽപ്പന്നങ്ങൾക്ക്, ഉദാഹരണത്തിന് ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ അടക്കമുള്ളവയ്ക്ക് ഇന്ത്യ ഉയർന്ന നികുതി ചുമത്തുന്നതിനെ ട്രംപ് വിമർശിച്ചിരുന്നു ഒരു സമയത്ത്. എന്നാൽ ഗ്രഹാം ചെയ്തത് അങ്ങനെ ചെയ്യുന്ന ഇന്ത്യയെ വിമർശിച്ചാൽ മാത്രം പോരാ, ഇന്ത്യയുടെ മേൽ ഉയർന്ന താരിഫ് ചുമത്തി ഇന്ത്യ ഒരു പാഠം പഠിപ്പിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഇദ്ദേഹത്തിന്റെ മരണം സത്യം പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഘാതം ഉണ്ടാക്കുന്ന ഒരു വാർത്തയല്ല. ഒരാളുടെ മരണത്തിൽ നമ്മൾ സന്തോഷിക്കാനും പാടില്ല, മരിച്ചുപോയ മനുഷ്യനെ കുറിച്ച് ഒരുപാടൊന്നും കുറ്റം പറയാനും പാടില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയുകയുമില്ല. അതായത് ലിൻസെ ഗ്രഹാമിന്റെ മരണം ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും രാഷ്ട്രീയമായിട്ടും വലിയൊരു തിരിച്ചടിയാണ്. ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തും വാഷിംഗ്ടണിലെ പ്രധാന ഉപദേശകനുമാണ് ഇദ്ദേഹം. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ മുതിർന്ന സെനറ്റർ ആയിട്ടുള്ള ഗ്രഹാം ട്രംപിന്റെ നയങ്ങൾ US കോൺഗ്രസിൽ പാസാക്കിയെടുക്കാൻ എപ്പോഴും മുന്നിൽ നിന്നിരുന്ന ഒരാളാണ്. ട്രംപിനെതിരെ വന്ന ഇംപീച്ച്മെന്റ് നടപടികളിൽ ഉൾപ്പെടെ ശക്തമായ പ്രതിരോധം തീർത്തൊരാളാണ്. വിദേശകാര്യ പ്രതിരോധ നയങ്ങളിൽ ട്രംപിന് കൃത്യമായ വഴികാട്ടിയായിരുന്നു. മറ്റൊരർത്ഥത്തിൽ ട്രംപിനെ ഉപദേശിച്ച് നശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു ഇദ്ദേഹം. ട്രംപിന്റെ പല കടുത്ത തീരുമാനങ്ങളെയും പാർട്ടിക്കുള്ളിലെ മറ്റുള്ളവർക്ക് സ്വീകാര്യമായ രീതിയിൽ അവതരിപ്പിക്കുന്നതൊക്കെ ഇദ്ദേഹമാണ്. രാഷ്ട്രീയത്തിനപ്പുറം ട്രംപുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹം. മരിക്കുന്നതിന് തൊട്ട് മുൻപ് പോലും ഫോണിൽ ഇവർ സംസാരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത്രയും വലിയ ആത്മബന്ധം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്.
ഇദ്ദേഹത്തിന്റെ അഭാവത്തിൽ ട്രംപിന്റെ തുടർന്നുള്ള പോളിസികളിൽ കാര്യമായിട്ട് നമുക്കത് കാണാൻ കഴിയും. അതായത് ഈ താരിഫ് അടക്കം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മേൽ പ്രയോഗിച്ചുകൊണ്ട് സൗഹൃദത്തിലിരുന്ന രാജ്യങ്ങളെ പോലും പിണക്കിയതിൽ ഇയാൾക്കൊരു വലിയ പങ്കുണ്ടായിരുന്നു. ഇന്ത്യയുടെ വളർച്ചയിൽ അസ്വസ്ഥത തോന്നിയിരുന്ന തലനരച്ച സായിപ്പന്മാരുടെ കൂട്ടത്തിലാണ് ഇയാളും ഉണ്ടായിരുന്നത്. ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നതിൽ ഇദ്ദേഹത്തിനും അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഡീപ് സ്റ്റേറ്റിലെ കണ്ണികളുമായിട്ടടക്കം ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നുവെന്ന് പലപ്പോഴും ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും കടുത്ത ഇന്ത്യ വിരുദ്ധനായ ഒരാളാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് എന്നത് പറയാതെ വയ്യ. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊരു ശുഭകരമായ വാർത്തയാണ് എന്ന് ഞാനായിട്ട് പറയുന്നില്ല. പ്രേക്ഷകർക്ക് വിടുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.